ഞാൻ ഇവിടെ ഈ വിഷയത്തിൽ എന്താണ് നമ്മുടെ വിഷയം, ഇസ്ലാമിൽ അടിമത്തമോ വസ്തുതയെന്ത്. അതിൽ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു വസിയ്യത്താണ്. അതിൽ അസ്സല വമാ മലകത് ഐമാനുക്കും എന്നതിൻ്റെ അർത്ഥമാണ് ഞാൻ എഴുതിയത്. അസ്സല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരം, അത് ആവർത്തിക്കപ്പെട്ടു, നിസ്കാരം എന്ന്. അസ്സല എന്ന് പറഞ്ഞെങ്കിൽ നിസ്കാരം യഥാവിധം നിർവഹിക്കേണ്ടുന്നതിൻ്റെ വസിയ്യത്താണ്. നിസ്കാരത്തിൽ കൃത്യവിലോപം പാടുള്ളതല്ല, അമാന്തിക്കൽ പാടുള്ളതല്ല, അലസത പാടുള്ളതല്ല, സമയം തെറ്റിക്കാവതല്ല. നിസ്കാരം ഭക്തിയിൽ കൃത്യമായി സുന്നത്തനുസരിച്ച് നിർവഹിക്കപ്പെടണം എന്നുള്ള വസിയ്യത്താണ് അസ്സല. അതിനെ തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന മൊഴിയാണ് വമാ മലകത് ഐമാനുക്കും. അതിൻ്റെ അർത്ഥമാണ് എഴുതിയത്. അടിമകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവെ ഭയക്കണം എന്ന് പറഞ്ഞാൽ അടിമകളെ വെക്കുന്ന വിഷയത്തിൽ, അവരോട് പെരുമാറുന്ന വിഷയത്തിൽ, അവരോട് കൽപ്പിക്കുന്ന വിഷയത്തിൽ, അവരോടുള്ള ഇടപാടിൻ്റെ വിഷയത്തിലൊക്കെ, ഇടപഴക്കത്തിൻ്റെ വിഷയത്തിലൊക്കെ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാന മൊഴിയാണത്. 63 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ജീവിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പല മൊഴികളും, അത് 63 വർഷ കാലഘട്ടത്തിൽ ഏതൊക്കെ വിഷയങ്ങളിൽ. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവസാനം പറഞ്ഞതാണ് ഇത് അടിമകളുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ ഭയക്കണമെന്ന്. അതാണ് റാവി പറയുന്നത്, ഹത്തായി ജഅല യുഗർഗിറു ബിഹാ ഫീ സദ്രിഹി വമാ യുഫീദു ബിഹാ ലിസാനുഹു എന്നാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അത് പറഞ്ഞുകൊണ്ട് നെഞ്ചകം ഗദ്ഗദമായി, അവിടുത്തെ നാവ് കൊണ്ട് വ്യക്തമായി മൊഴിയാനാകുമായിരുന്നില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിൻ്റെ ആ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി ലസക്രാത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അല്ലാഹുമ്മ മഅൽ ലദീന അൻഅംത അലൈഹിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അല്ലാഹുമ്മർ റഫീഖൽ ആല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആവർത്തിച്ച് ദുആ ചെയ്തു. പിന്നെ മരണത്തോട് അടുക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയ്യത്താണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞത്. ഇത് 3 പേർ റിപ്പോർട്ട് ചെയ്തു. ഒന്ന് അനസ് റളിയല്ലാഹുവിൻ്റെ റിപ്പോർട്ടാണ് നമ്മൾ ഈ വായിക്കുന്നത്. പിന്നെ അലി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസാനത്തെ വരി ഇതായിരുന്നു എന്നാണ്. പിന്നെ ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് കാനത്ത് ആമത്തെ വസിയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്തിൻ്റെ ഏറെക്കുറെ മിക്കതും ഇതായിരുന്നു എന്നാണ്. പൊതുവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്തൊക്കെ ഇതായിരുന്നു. ഈ 3 പേരും, ഒന്ന് ഉമ്മു സലമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, മറ്റൊന്ന് അലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃപുത്രനും മരുമകനുമാണ്, പിന്നെ അനസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്. അപ്പോൾ വഫാത്തിൻ്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്തുണ്ടായിരുന്ന ആളുകളാണ് ഇവർ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം പറഞ്ഞത് അസ്സല. പിന്നെ അവിടുത്തെ റൂഹ് വേർപിരിയുന്നതിൻ്റെ ആ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാവ് കൊണ്ട് വ്യക്തമായിട്ട് മൊഴിയാൻ കഴിയുന്നില്ല മരണസമയത്ത്. അതാണ്, നാവ് കൊണ്ട് വ്യക്തമായി മൊഴിയാനാകുമായിരുന്നില്ല വമാ യുഫീദു ബിഹാ ലിസാനു. പിന്നെയോ ശബ്ദം എവിടെയുള്ളത്? ശബ്ദം നെഞ്ചിൽ കെട്ടിയാണ്. അതാണ് നെഞ്ചകം ഗദ്ഗദമായിക്കൊണ്ടിരുന്നു ഇത് പറഞ്ഞിട്ട് എന്നാണ്. അസ്സല പറഞ്ഞിട്ട് പിന്നെ വമാ മലകത് ഐമാനുക്കും എന്ന് നെഞ്ചകത്ത് ശബ്ദം കെട്ടി ഗദ്ഗദമായി പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയായി എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, എത്രമേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തിൽ കണ്ടൊരു വിഷയമാണ് അടിമകളുടെ വിഷയം. അതിൽ വസിയ്യത്ത് ഓതിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുനിയാവിലെ യാത്ര എന്നുള്ളതാണ്. അത് ഏറ്റവും ഈ വിഷയത്തിൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പോയിൻ്റാണ്.